ഈ പകൽ രാഷ്ട്രീയമായും കൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിച്ചത് അത് ന്യൂ മാഹി ഇരട്ട കൊലപാതക കേസാണ്. ആ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു ഇന്ന് കോടതി. RSS BJP പ്രവർത്തകരായ വിജിത്ത്, സിനോജ ഈ രണ്ട് പേരെ 2010 കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് വെറുതെ വിട്ടത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇതിൽ വിധി പറഞ്ഞത്. അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷന്റെ അഭിഭാഷകൻ പറഞ്ഞു. പട്ടാപ്പകൽ നടന്ന ഇരട്ട കൊലപാതകത്തിലാണ് മുഴുവൻ പ്രതികളെയും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി. 2010 ജൂൺ 28 തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പെരിങ്ങാടി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും കൊടിസുനിയും ഈ കേസിലും പ്രതികളായിരുന്നു. മൊത്തം 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരിക്കുന്നു. ശേഷിച്ച 14 പേരും കുറ്റക്കാരല്ല എന്നതാണ് കോടതി കണ്ടെത്തിയത്. 15 പേരുകൾ പറഞ്ഞതിൽ 13 പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിന്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. വിധി അപ്രതീക്ഷിതമെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം. സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടും ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതും തികച്ചും നിരാശാജനകമാണ്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.